ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ ബീച്ചിൽ നിന്ന് ഇറങ്ങിട്ടോ. ബീച്ചിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ തിരുവോരത്തുള്ള സംഭവങ്ങൾ കുറച്ചൊക്കെ വാങ്ങിക്കൊണ്ടോ. കണ്ടോ കുഞ്ഞാറ്റക്ക് പി ഊതി കാണിച്ചു കൊടുക്കും ബേബി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാറിൽ കയറിയപ്പോൾ കുഞ്ഞാറ്റൻ്റെ മടി കിടന്ന് ഉറങ്ങിക്കുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമാവുകയാണ്. കാരണം എന്ന് വെച്ചാൽ മറ്റന്നാൾ അവർ പോവുകയാണ്. എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം വരുന്നേ. എൻ്റെ ഉഷാണെങ്കിൽ ഡൽഹിയിലും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വന്നു ചില്ലീസിൽ കയറിട്ടോ. ഭയങ്കര തിരക്കാടോ. എൻ്റെ കുഞ്ഞാറ്റയാണെങ്കിൽ ഓടി പാറി പറന്ന് എന്താ പറയുക, ഒരു പൂത്തുമ്പിയെപ്പോലെ നടക്കുന്നുണ്ട്. ഇവൾക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ഒളിച്ചു കളിക്കണവരേ ഇവളും മനുവും ആഷിമോനൊക്കെ കൂടെ വരുന്നവരൊക്കെ ഹംന്ന് പറയണുണ്ട്. ഇത് പോണത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്താണെന്ന് അറിയുക, ഭയങ്കര ടെൻഷനും കയ്യും കാലും കുഴയലും കയ്യും കാലൊക്കെ കുഴഞ്ഞു പോകണം കേട്ടോ. ഇവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഫുഡ്, കാരണം സീറ്റില്ല, അത്ര തിരക്കാണ് ഇവിടെ ചില്ലീസ് കേട്ടോ. പെരിന്തൽമണ്ണ ചില്ലീസ്. നമ്മൾ കോഴിക്കോട് നിന്ന് വന്നിട്ട് പിന്നെ പെരിന്തൽമണ്ണയാണ് നിർത്തുന്നത്. ഇവിടുത്തെ ആൾ കണ്ടോ കുഞ്ഞാറ്റ എടുത്തുകൊണ്ട് ഇവളുടെ കുറുമ്പ് കണ്ടിട്ട് അയാളൊക്കെ ഇവിടെ ഹംന്ന് പറയുന്നുണ്ട്. അയാളെന്തോ കൊടുത്തിട്ട് അത് വാങ്ങി. പക്ഷേ എന്താ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് അവളുടെ അവൾക്കൊരു സീറ്റ് അയാൾ ഇവിടെ കാണിച്ചു കൊടുത്തിട്ടോ. അതിൽ കുഞ്ഞാറ്റനെ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഈ കണ്ണിക്കണ്ടതൊക്കെ ബീച്ചിൽ നിന്ന് തിന്നിട്ടേ ആർക്കും പെട്ടെന്നൊന്നും വിശന്നിരുന്നില്ല. അതാണ് പെരിന്തൽമണ്ണ വരെ നമ്മൾ ഓടി വന്നത്. ഫസ്റ്റ് തന്നെ എന്താക്കി, എന്താ പുതിന ഇട്ട കട്ടൻ ചായ ആക്കി. കട്ടൻ ചായ പറഞ്ഞു. പിന്നെ ഇച്ചു എന്താ പറയുക, മിൻറ്റ് ലൈം പറഞ്ഞു. പിന്നെ ഇച്ചുവിനാണെങ്കിലോ തണുപ്പാണേനും ഇച്ചുവിന് മിൻറ്റ് ലൈം വേണേനും കുടിക്കാൻ എത്തണില്ല കേട്ടോ ഓട്ടക്ക്. എന്നിട്ട് ഇത് ഇങ്ങനെ കൈ പിടിച്ച് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ കൈ പിടിച്ച് കുടിക്കുമ്പോഴത്തേക്കും ജ്യൂസി ആയിട്ടുള്ള മന്തി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. എന്ത് ടേസ്റ്റാണെന്നോ. പെരിന്തൽമണ്ണ ചില്ലീസ് കേട്ടോ, മറക്കല്ലേ. അങ്ങനെ മന്തിയൊക്കെ അടിപൊളിയായിട്ട് മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കണമെന്നുള്ളൂ, ടെൻഷനോണ്ട് ടെൻഷനാണ്. കാരണം ബുഷ് പോയില്ലേ, പോകുമ്പോഴോട്ട് കാണാനും പറ്റിയില്ല. ആകെ കൂടെ ഒരു സങ്കടം. അങ്ങനെ ഇവള് വീണ്ടും കളിക്കണടോ. ഇവൾക്ക് അവിടെ നിന്ന് വരണമെന്നേ ഇല്ല. ആർക്ക്? കുഞ്ഞാറ്റക്ക് ഇട്ടോ. അവള് ഒളിച്ച് കളിക്കണം, ഇവളും മനുവേ. ഇതേതാ സാധനമോ. അപ്പോൾ ചില്ലീസിനോട് വീട പറഞ്ഞിട്ട് നമ്മൾ നാട്ടിക്കനെ പോവുകയാണ്. ഇനി നാളെ കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ, സി യു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഓക്കെ.